മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിൽ സംസ്കൃതോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയ മട്ടാഞ്ചേരി ടി ഹൈസ്കൂളിലെ ശ്രാവൺ കൃഷ്ണ നായിക് എൻ മെട്രോ 7 ന്യൂസിനൊപ്പം ചേരുകയാണ്. ശ്രാവൺ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? സൂപ്പറായിരുന്നു. പ്രഭാഷണം, ചമ്പു പ്രഭാഷണം, കഥാരചന, മൂന്നും സംസ്കൃതം, പിന്നെ വന്ദേ മാതരം എ ഗ്രേഡ്. മൂന്നെണ്ണത്തിന് ഇൻഡിവിജ്വൽ ഐറ്റത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചു. ആരാണ് ഇതിനെല്ലാം പ്രാക്ടീസ് എല്ലാം തന്നത്? സംസ്കൃതത്തിന് നമ്മുടെ സ്കൂളിലെ CP സാറും എൻ്റെ അച്ഛനും ആണ് ഫുൾ സപ്പോർട്ട്. പിന്നെ അശ്വിനി മിസ് ഇതിനു മുമ്പ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. 1 തൊട്ട് കലോത്സവത്തിനുണ്ടായിരുന്നു. ഇത് എൻ്റെ 7ാമത്തെ കലോത്സവമാണ്. ജില്ലാതലത്തിലും ജില്ലാതലത്തിൽ വരെ പോകാൻ പറ്റിയിട്ടുള്ളൂ ഇതുവരെ. കഴിഞ്ഞ വർഷം പ്രഭാഷണം ജില്ല പോയി. അതിന് മുമ്പ് ജില്ല മൂന്നാമത്തെ പ്രാവശ്യം പോകും. ഈ പ്രാവശ്യം സംസ്ഥാന തലത്തിൽ പോകണം. മരമോട്ടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പല വക വേണ്ടും പണികൾ ഹിമയുടരിമകളെല്ലാം ചെയ്യും മനുവിവതിത്ത തകടത്തികിടത്താം കേരളത്തിലെ പ്രാചീന ഉത്സവങ്ങളിലൊന്നാണ് പൂരോത്സവം. പ്രത്യേകിച്ച് ഭഗവതി കാവുകളിലെ പൂര മഹോത്സവം ആഘോഷിച്ചുകൊണ്ടാണ് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കൂടുതൽ പൂരക്കളിയുടെ ഒരു ആവേശം നിലനിൽക്കുന്നത്. എന്നാൽ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിലെ ഇതൊരു പ്രത്യേക വിഭാഗമായിട്ട് മത്സര ഇനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി ഉപജില്ലയിൽ പൂരക്കളിയുടെ 1ാം സമ്മാനം നേടിക്കൊണ്ടാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ പള്ളുരുത്തി സെയിൻറ്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിയിട്ടുള്ള. അധ്യാപകരുണ്ട്, അവരുടെ പരിശീലകനായിട്ടുള്ള സാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആവേശം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ പൂരക്കളി? കഴിഞ്ഞ വർഷം കളിച്ചു. കഴിഞ്ഞ വർഷം എന്നിട്ട് സമ്മാനം നേടിയോ? റവന്യൂ വരെ കയറി. ഈ പ്രാവശ്യം എന്താണ് പ്രതീക്ഷ? എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്
സ്റ്റേറ്റ് വരെ എത്തും. ഓക്കെ, അടിപൊളി. എന്താ പറയുന്നത് ഈ മത്സരത്തിന് വിജയിച്ചപ്പോഴെന്താണ് സന്തോഷം പറയാനുള്ളത്? സന്തോഷമുണ്ട്, എല്ലാവരും ഒരുമയോടെ കളിച്ച് അതിൽ സന്തോഷമുണ്ട്. സ്കൂളിൽ ഞാൻ 20 വർഷത്തോളമായി പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ നല്ല പ്രോത്സാഹനം എല്ലാം കൊണ്ടു. അപ്പോൾ ആ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് ഇക്കൊല്ലവും ചെയ്തു വരുന്നുണ്ട്. ഇക്കൊല്ലം സ്റ്റേറ്റിൽ പോകണമെന്നാണ് താല്പര്യം. ഒരുപാട് വർഷമായിട്ട് നമ്മുടെ സ്കൂൾ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ ഒരു ട്രെയിനിങ്ങും ഒപ്പം കുട്ടികളുടെ ആ ഒരു ഒരുമയോടുള്ളൊരു കൂട്ടായ പ്രവർത്തനവും കൊണ്ടാണ് നമുക്കത് നേടാൻ സാധിക്കുന്നത്. ഈ വർഷവും സ്റ്റേറ്റ് വരെ പോകണമെന്നാണ് കുട്ടികളുടെ ആഗ്രഹമെങ്കിൽ ദൈവം സഹായിച്ച് അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏതായിരുന്നാലും പൂരക്കളി അത് നമ്മുടെ അന്യം നിന്ന് പോകുന്ന ഒരു പ്രാചീന കലകളിൽ ഒന്നായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു കലയെ നിലനിർത്തുവാനായിട്ട് സെയിൻറ്റ് ഡൊമിനിക് സ്കൂള് എടുക്കുന്ന ഒരു എഫേർട്ട്, സാറിനെ പോലെയുള്ള ആളുകളെ കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന് നടത്തുന്ന ആ ഒരു പരിശീലനം, ഇതിനെല്ലാത്തിനും അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള വിജയ ആശംസകളും മെട്രോ 7 ന്യൂസിന് വേണ്ടിയിട്ട് നേരുന്നു. മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിഴിടും പടി ചെമ്പുമിരുമ്പും മറ്റും പാലാവക വേണ്ടും പണികൾ മഹിമയുടരുമകളെല്ലാം ചെയ്യും ഇമ്പമുടരുമകൾ തിരുമനസാലി ഇടൽ വഴി തെയ്യും 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 തത്ത തെയ്യും 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 തത്ത തെത്തി തിന്റെ ദിത്താദിത്താദമിതത്തെ ഇന്റെ ഇതത്ത ദിത്തത്ത ദിത്തത്തെ ദഗദിത്തേ ദഗദിദിദു വിശ്വമിടങ്കയിലായവനുരന വിധിയുടെ അരചിൻ തിരുമുൻപാകി തക്കിടകിടതക തക്കിടകിടതക തക്കിടകിടതകതേ തഗതാ തഗതാ തഗതാതേ തിക്കിടകിടതക തിക്കിടകിടതക തിക്കിടകിടതകതേ തിഗിതാ തിഗിതാ തിഗിതാതേ തക്കിടകിടതകതേ ആ തഗതാതേ തിക്കിടകിടതകതേ ആ തിഗിതാതേ തക്കിടകിടതക തിക്കിടകിടതക തിത്തിത്തേദാ മിന്തത്താങ്ങിടതേ ദേ ദേ ഇന്തത്താങ്ങിട തക്കിടകിടതകതേ വിശ്വമിടങ്കയിലായവനുരവൻ വിധിയുടെ അരചൻ തിരുമുൻപാകി വിധി പോലേവ തകൃതിന്തത്തത്താദമൃതത്തേ. വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നമ്മളുടെ കുമ്പളങ്ങിയിൽ സാറിൻ്റെ സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ സംഘാടന മികവ് കൊണ്ട് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ്. അതിനെങ്ങനെയായിരുന്നു ഇതിൻ്റെ സംഘാടനം? നമ്മൾ ഈ വർഷത്തെ പല സ്ഥലങ്ങളിൽ നടന്ന കലാമേളകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നിരവധി പ്രശ്നങ്ങൾ നടന്നതായിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷം നമ്മളുടെ ഇവിടെ നടത്തിയ കലാമേളയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വളരെ കുട്ടികളെല്ലാം വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. അതിന് നല്ലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. എല്ലാ കമ്മിറ്റികളും, പ്രോഗ്രാം കമ്മിറ്റിയും റിസപ്ഷൻ കമ്മിറ്റിയും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എല്ലാ കമ്മിറ്റികളും പോയിട്ടു. പ്രത്യേകിച്ച് ട്രോഫി കമ്മിറ്റി ആണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുതിയ ട്രോഫി കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കലാമേളയാണ് സെൻറ്റ് പീറ്റേഴ്സ് നടത്തിയത്. അത് ഏറ്റവും മനോഹരമായി നടത്തിയതിലും അതുപോലെ അപ്പീലുകളൊക്കെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ പോയത് ഒരു കലാമേള കൂടിയാണ്. അതിലേറെ സന്തോഷമുണ്ട്. നല്ല ഫുഡായിരുന്നു, അതും കൂടി പറയേണ്ട. ആദ്യത്തെ ദിവസം തന്നെ എല്ലാവർക്കും വളരെ താല്പര്യമായിരുന്നു. പിന്നെ അതിനുശേഷം പായസവും അവരുടെ എല്ലാം വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കലാമേളയ്ക്ക് എനിക്ക് തോന്നുന്നു പൊതുവേ യാതൊരു തരത്തിലുള്ള പരാതിയും ഇല്ലാത്ത രീതിയിലാണ് നമ്മളെല്ലാം വെൽഫെയർ കമ്മിറ്റിയും അവരുടെ ആംബുലൻസിൻ്റെ സൗകര്യവും അതുപോലെ ഹോസ്പിറ്റലിൻ്റെ സൗകര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ തരത്തിലും
നമ്മൾ ഓരോ കമ്മിറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. പക്ഷേ ഒറ്റ വാക്കിൽ ഞാൻ പറയണം, എല്ലാ കമ്മിറ്റികളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച ഒരു കലാമേള തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ് ആണെങ്കിലും അവരുടെ സാന്നിധ്യം വളരെ സജീവമായിരുന്നു. അതിനുവേണ്ടി പ്രത്യേക ഒരു കൗണ്ടർ തന്നെ അവർക്കുണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന കുട്ടികളെല്ലാം മീഡിയ കവറേജ് കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി. അത് പാരൻസിനും അതുപോലെ ഇവിടെ നടത്തിയിട്ടുള്ള പ്രോഗ്രാമിനും ഒരു വലിയൊരു ആഘോഷം തന്നെയാണത്. പാരൻസ് പലരും പറഞ്ഞു, അതുപോലെ ഭയങ്കര പ്രോത്സാഹനമാണ് മീഡിയയുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്.